പെരുമ്പാവൂർ നഗരസഭയിൽ ഇടതുവലതു കലഹം മുറുകുന്നു. ഇടതുപക്ഷ അംഗങ്ങൾ നഗരസഭാ ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷറഫ് വനിതാ കൗൺസിലറെ അപമാനിക്കും വിധം പദപ്രയോഗങ്ങൾ നടത്തിയെന്നും ഇടതുപക്ഷം ആരോപിച്ചു. പെരുമ്പാവൂർ നഗരസഭയിലെ കൗൺസിൽ യോഗങ്ങൾ ബഹളത്തിലും മുദ്രാവാക്യം വിളിയിലും മുങ്ങുന്നു. ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ചർച്ച കൂടാതെ അജണ്ടകൾ പാസാക്കി എന്ന ആക്ഷേപം ഉന്നയിച്ച് ഇടത് കൗൺസിലർമാർ ഓഫീസിന് മുന്നിൽ നടത്തുന്ന സമരം വീണ്ടും കടുക്കുകയാണ്. ജൂൺ 27 ചേർന്ന യോഗത്തിൽ 3 അജണ്ടകൾ പാസാക്കാതെ മാറ്റിവെച്ചിരുന്നു. എന്നാൽ മിനിറ്റ്സിൽ അവ പാസായെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് LDF ചോദ്യം ചെയ്തു. വോട്ടെടുപ്പ് നടന്നുവെന്ന മിനിറ്റ്സിലെ പരാമർശവും ബഹളങ്ങൾക്ക് കാരണമായി. ഇതിനിടയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷറഫ് വനിതാ കൗൺസിലറെ അപമാനിക്കും വിധം പദപ്രയോഗങ്ങൾ നടത്തിയെന്നും ആരോപണമുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കും വിധം അസഭ്യം പറഞ്ഞുവെന്ന് വനിതാ കൗൺസിലർ അജി സി പണിക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് നടന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വിഷയം സംസാരിക്കാനായിട്ട് ചെയർപേഴ്സണോട് അനുവാദം ചോദിച്ചു. ചെയർപേഴ്സൺ അനുവാദം തന്നു. അനുവാദം തന്നതിന് ശേഷം ഞാൻ എണീറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. 2 സെൻറ്റൻസ് സംസാരിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള UDFൻ്റെ പ്രതിനിധികൾ ഇത്തരത്തിൽ സംസാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കുകയും അതിനെ തുടർന്ന് ചെയർപേഴ്സൺ സംസാരം അജണ്ടയ്ക്ക് ശേഷമാകാം എന്ന് പറയുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഒരു കാരണവശാലും അതിൻ്റെ മുമ്പിൽ കൗൺസിലിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ചെയർപേഴ്സൺ അവസരം തന്നില്ല. ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ വെച്ച് എസ് ഷറഫ് എൻ്റെ അച്ഛന് വിളിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. വളരെ വേദനയോടുകൂടിയാണ്. എന്താണ് അതിന് ചെയ്യേണ്ടത്? ഒരിക്കൽ പോലും ജീവിതത്തിൽ അങ്ങനെ കേട്ട് ശീലമില്ലാത്ത എന്നെ സംബന്ധിച്ച് അതിനെന്താണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ മാത്രമല്ല, ഇത് ഷറഫ് 2ാമത്തെ വട്ടമാണ് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ കൗൺസിലിൽ പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ സ്ത്രീകളെ അപമാനിക്കുകയും ആംഗ്യ ഭാഷയിലൂടെ വൈകൃതങ്ങൾ കാട്ടുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായി മാറിയിരിക്കുന്നു. ഇവിടെ ജീവനക്കാരുടെ അടിക്കുകയും കൈപിടിച്ച് തിരിക്കുകയും ചെയ്ത കേസിൽ അദ്ദേഹത്തിനെതിരെ ജീവനക്കാരും പരാതിയുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ ജീവനക്കാരോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഷറഫ് പിന്നീട് തിരിച്ചു കയറുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായത്. ഇത്തരത്തിൽ ഈ കൗൺസിൽ അംഗങ്ങളുടെ UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയർപേഴ്സൺ മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് കൗൺസിൽ യോഗങ്ങളിൽ പെരുമാറുന്നത്. ആ ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കാനും ഞങ്ങൾക്ക് നീതി കിട്ടാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരപരിപാടിയുമായി മുമ്പോട്ട് പോകുന്നത്. ഇത്തവണ എന്നോട് പറഞ്ഞ ഷറഫ് മറ്റു പല വനിതാ കൗൺസിലർമാരോടും ഇങ്ങനെ മോശമായി പെരുമാറില്ല എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. ഞങ്ങൾക്ക് നീതി കിട്ടുക തന്നെ വേണം. ആ നീതിയുക്തമായി ഒരു നഗരത്തിൻ്റെ വികസന ഭരണത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി കൗൺസിലിൽ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നില്ല. മാനിപ്പുലേറ്റഡായി കോൺഗ്രസിൻ്റെ ശരിയായ സ്വഭാവം, UDFൻ്റെ ശരിയായ സ്വഭാവം തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. UDFൻ്റെ ശരിയായ സ്വഭാവം എന്നും നുണ പറയലും കള്ളത്തരങ്ങളും മാത്രം കാണിച്ച് ഒരു നഗരത്തെ കട്ടുമുടിച്ച UDF വീണ്ടും വനിതകളുടെ നേരെ ഇത്തരത്തിലുള്ള ആക്രമണത്തിനാണ് തയ്യാറാണെങ്കിൽ LDF എന്ത് വില കൊടുത്തും അതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ ചെയർപേഴ്സൺ നീതിയുക്തമായ ഒരു തീരുമാനമെടുക്കുന്നത് വരെ, ഷറഫിനെതിരെ നടപടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി, ഈ ഉപരോധവുമായി ഇവിടെ തന്നെ ഇരിക്കും എന്നാണ് തീരുമാനം. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് പറയുന്നു. ചെയറിനെ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ട കൗൺസിലർമാർ പരസ്പരം പോർവിളി നടത്തുന്ന രീതിയെ ബിജു ജോൺ ജേക്കബ് അപലപിച്ചു. പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ഇത്തരം നാടകീയ രംഗങ്ങൾ ഇന്നലെ 15/7 നടന്ന സാധാരണ ഒരു കൗൺസിലിൽ, ആ കൗൺസിൽ സാധാരണ കൗൺസിൽ തുടങ്ങിയ അന്ന് മുതൽ നമ്മളൊരു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. കൗൺസിൽ തുടങ്ങി കൗൺസിലിൻ്റെ അവസാന ഭാഗത്താണ് പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായി ഇന്നലെ കൗൺസിൽ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ അതിന് മുമ്പ് നടന്ന കൗൺസിലിൻ്റെ 3 അജണ്ടകൾ, ആ അജണ്ടകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. 3 അജണ്ടകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ റൂമുകൾ മോടി പിടിപ്പിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസേര, ടേബിൾ ഉൾപ്പെടെ കാര്യങ്ങൾ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 99,000 രൂപ മുൻകൂർ അനുമതിയോടുകൂടി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ റൂമിലേക്കും ഈ കാര്യങ്ങൾ കൃത്യമായി മേടിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന് വിരുദ്ധമായി അത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടി വന്ന അജണ്ടയെ എതിർക്കുകയും അവരുടെ വിയോജിപ്പോടുകൂടി അജണ്ട പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ കൗൺസിലിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൗൺസിലിൻ്റെ സുഗമമായ നടത്തിപ്പിനെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചെയർപേഴ്സൺ ഇന്നലെ ഉണ്ടായിരുന്ന 20 അജണ്ടകളും പാസ്സാക്കിയത് പ്രഖ്യാപിച്ചുകൊണ്ട് കൗൺസിൽ പിരിയാനുണ്ടായത്. ഇന്നത്തെ കൗൺസിൽ 16-ാം തീയതി ഇന്ന് നടന്ന കൗൺസിൽ കഴിഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ HMCയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അടിയന്തരമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ LDF കൗൺസിൽ അംഗങ്ങൾ കൊടുത്ത
മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചിട്ടുള്ളത്. എന്നാൽ ആ കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ കൗൺസിൽ ഹാളിൽ വളരെ ധിക്കാരപൂർവ്വം വളരെ ലഹളയും ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുകയും കൗൺസിലിൽ ഇന്ന് ഉണ്ടായിരുന്ന അജണ്ട വായിച്ച് പാസ്സാക്കേണ്ട കാര്യമില്ലാന്ന് ചർച്ച ചെയ്യാതെ പിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങളെല്ലാം തീർത്തും നമ്മുടെ പെരുമ്പാവൂർ നഗരസഭ കൗൺസിലിൻ്റെ ഈ ഇത്രയും നാളുള്ള കാലങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ചരിത്രമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്നെ കാലങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ്. ഞാൻ ഒരു കാര്യത്തിന് എനിക്ക് ഇത്തരത്തിലുള്ള ഇപ്പോഴുള്ള ചെയർപേഴ്സൺ ഉൾപ്പെടെ ആളുകൾക്ക് നുണ പറയേണ്ടതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. സത്യസന്ധമായി ഇപ്പോൾ പല സ്റ്റേറ്റ്മെൻറ്റുകളിലും കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷ അംഗങ്ങൾ നുണ പറയുന്നു എന്നാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നുണയും പറയുന്ന ഒരു സമീപനം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് നേരിട്ട് എവിടെ പരിശോധിച്ചാലും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അതിനൊക്കെ വിരുദ്ധമായിട്ട് തീർത്തും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ ഇവിടുത്തെ LDF കൗൺസിൽ അംഗങ്ങൾ നൽകിയിട്ടുള്ളത്. അത് നമുക്ക് അത്തരം കാര്യങ്ങൾ ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയുന്നതൊന്നുമല്ല. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് അത്തരം കാര്യങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ ഐകണ്ഠേന ജനയിൽ ഇപ്പോൾ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ പാസ്സായി പോകുന്ന നിലപാടാണുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളോട് നമുക്കൊരിക്കലും ഐകണ്ഠേന പാസ്സാകുന്നതോട് നമുക്കൊരു യോജിപ്പില്ല. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് നമ്മൾ പാസ്സാക്കേണ്ടത്. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വീഴ്ച വരുത്തിക്കൊണ്ട് സഭയിൽ കൗൺസിലിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തീർത്തും തെറ്റായ ഒരു രീതിയിൽ പറയുന്ന ഒരു കാര്യങ്ങളും വസ്തുതാവിരുദ്ധ കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ഇവിടുത്തെ അന്വേഷിച്ചാൽ അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധമാണ്. ഇവിടെ നടക്കുന്ന ഈ പ്രഹസനം ജനയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിരവധിയായ ഈ കൗൺസിൽ പറഞ്ഞാൽ 6 മാസക്കാലമേ ഉള്ളൂ. ഈ 6 മാസക്കാലങ്ങളിൽ എത്ര സമരങ്ങൾ ചെയ്തിട്ടുള്ളവരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ തന്നെ ഏറ്റവും വിചിത്രമായ കാര്യം, ഇന്നലെ കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ പ്ലാൻഡായിട്ട് വന്നിട്ടാണ് അവർ ആ സമരം ചെയ്തത്. ഇതിനെ ഇവിടുന്ന് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി താഴെ ചെന്ന് അവരപ്പം തന്നെ പ്ലേ കാർഡുകൾ എടുത്ത് വെച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. അത് നമുക്ക് മനസ്സിലാക്കണം. എന്താ ഇതിലേക്ക് മുമ്പ് അവരൊരു ധാരണയുടെ പുറത്താണ് ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നല്ല. നയപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഏത് വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറുള്ള ആളുകളാണ് ഈ കൗൺസിലുള്ളത്. അപ്പോൾ എൻ്റെ ഈ 21 വർഷത്തെ കാലത്തെ പ്രവർത്തന പരിചയം വെച്ച് ഒരു കൗൺസിലുകളും ഇല്ലാത്ത രീതിയിലുള്ള തെറ്റായ അല്ലെങ്കിൽ വാർത്തകളിലൊന്നും തീർത്തും തെറ്റായ വാർത്തകളാണ് നൽകുന്നത്. ന്യായമായ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന തെറ്റായ വാർത്തകൾ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരാൻ കഴിയില്ല. ഇതിനെ ഉള്ള ശക്തമായ എതിർപ്പ് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വരും കാലങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ ഈ കൗൺസിൽ മുന്നോട്ട് പോകണമെന്നും പെരുമ്പാവൂരിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്ക് പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൗൺസിൽ യോഗം മറന്ന് രണ്ട് ഭാഗത്തു നിന്നും വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ ഉണ്ടായത് ന്യായീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അച്ഛനെ വിളിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനിൽ കൗൺസിലുണ്ടായ ചർച്ചകൾ തീർത്തും തെറ്റായ രീതിയിൽ അച്ഛനെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും വ്യക്തിപരമായ രീതിയിലുള്ള ഒരു ഇതിൻ്റെ കൗൺസിൽ ശരിക്കും പറഞ്ഞാൽ ഈ കൗൺസിൽ അംഗങ്ങൾ ചേർന്ന് നോക്കിയാണ് സംസാരിക്കേണ്ടത്. അതിന് പകരം വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തുന്നവരിക്കും ശരിയല്ല. പിന്നീട് ചേർന്ന് നോക്കി സംസാരിക്കുകയാണ്, ചേർന്ന് നോക്കി സംസാരിക്കുക. അതിനാരും ഇവർ വ്യക്തിപരമായിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് പോർവിളി നടത്തുന്നവർക്കും ശരിയായ നടപടിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളല്ല. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആശയങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നയപരമായിട്ട് നല്ല രീതിയിൽ പരിഗണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.